എന്താ കാര്യം? ആരാ ഈ സിദ്ധാർത്ഥൻ? ഏട്ടനുമായിട്ട് അയാൾക്ക് എന്താ ബന്ധം? എനിക്ക് ഒരുപാട് ഏട്ടനെ ഇഷ്ടാണെന്ന്. ഇല്ല പാറു, ഞാൻ ഒരുപാട് സ്ഥലത്ത് ഡോക്ടറെ അന്വേഷിച്ചു. പക്ഷെ ഡോക്ടറെ പറ്റി ഒരറിവുമില്ല. പാറു, നിന്റെ ഹൃദയം ഞാൻ കാണുന്നുണ്ട്. ഒരു നിമിഷം പോലും നിന്നെ പിരിഞ്ഞിരിക്കാൻ ആവില്ല. ടൗണിലെ കടയിൽ കയറി സാധനം വാങ്ങുമ്പോഴും നിന്റെ മുഖം മാത്രമായിരുന്നു എന്റെ മനസ്സിൽ. അപ്പോ സിദ്ധുവിനെ കുറിച്ചുള്ള അന്വേഷണം മതിയാക്കിയോ? ഏയ് ഇല്ലില്ല. ഈ പകൽ മുഴുവൻ എങ്ങനെ കഴിച്ചുകൂട്ടിന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഇല്ല പാറു, ഡോക്ടറെ കണ്ടെത്താതെ അന്വേഷണം നിർത്താൻ പറ്റില്ലല്ലോ. ഡോക്ടറെ കണ്ടുപിടിക്കുന്നവരെ നമുക്ക് അന്വേഷിക്കാം. ഡോക്ടർ എവിടെയാണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പൊ ഏട്ടൻ പറഞ്ഞത് മതി മതി, രണ്ടാളെ നിർത്ത. ഏട്ടനും ഏട്ടത്തിയമ്മേ അത് അധികം കളിയാക്കാൻ പാടില്ല. അവരവരുടെ ലോകത്തിലിരുന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോട്ടെ. ശരി, ടീച്ചർ പറഞ്ഞോണ്ട് ഞാൻ തൽക്കാലം നിർത്താം. അല്ലേ രശ്മിച്ചി? തൽക്കാലം നിർത്താം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചോ? എന്താ? ടൗണിൽ പോയി വന്നതിന് ശേഷം ഏട്ടന്റെ ഗൗരവം ഇത്തിരി കൂടിയിട്ടില്ലേ? അത് യാത്രാക്ഷീണം കൊണ്ടായിരിക്കും. ശരിക്കും അവരെന്തായിരിക്കും സംസാരിക്കുന്നത്? ഏട്ടാ, പാറു, ഭക്ഷണം റെഡിയാ, വാ. പാറു, ഇങ്ങനെ വിഷമിച്ചിരിക്കല്ലേ. പാറുവാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. എനിക്കൊന്നും കഴിക്കാൻ വേണ്ട ഗിരിയേട്ട. കഴിക്കാതിരുന്നാ ഇങ്ങനെ പിള്ളേർക്ക് സംശയം തോന്നും. അവര് പിന്നെ ഓരോന്നായിട്ട് ചോദിക്കാൻ തുടങ്ങും. വെറുതെ എന്തിനാ? പാറുവാ, വാ കഴിക്കാം. ഏട്ടാ വാ, ഏട്ടാ വാ. വരുന്നു. ഏട്ടാ, എനിക്ക് ഏട്ടനോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ മോളെ? വളച്ചുകെട്ടില്ലാതെ തന്നെ ഞാൻ ചോദിക്കാം. അതുപോലെ തന്നെ ഏട്ടൻ എനിക്ക് അതിന് ഉത്തരവും തരണം. എന്താ കാര്യം? ആരാ ഈ സിദ്ധാർത്ഥൻ? ഏട്ടനുമായിട്ട് അയാൾക്ക് എന്താ ബന്ധം? സിദ്ധാർത്ഥനോ? ഏത് സിദ്ധാർത്ഥൻ? ഏട്ടനും ഏട്ടത്തിയമ്മയ്ക്കിടയിൽ ഒരു സിദ്ധാർത്ഥനുണ്ട്. ആ ആളെ കുറിച്ചാ ഞാൻ ചോദിച്ചത്. ഏട്ടനും ഏട്ടത്തിയമ്മയും ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? ഒളിക്കാനോ? എന്തൊളിക്കാൻ? സിദ്ധാർത്ഥൻ ഡോക്ടറോ? പെട്ടെന്ന് ചോദിച്ചപ്പോ ആരാന്ന് മനസ്സിലായില്ല. ഈ സിദ്ധാർത്ഥൻ എന്ന് പറയുന്നത് പാറുവിന്റെ ഒരു കൂട്ടുകാരനാണ്. കുറെ നാളായിട്ട് പുള്ളിയെ കാണാനില്ല. കുറെ തെരഞ്ഞു, കണ്ടെത്താനും പറ്റിയില്ല. അതിനെക്കുറിച്ച് ഞാനും പാറുവും ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്. അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. മോളിതൊക്കെ കേട്ടായിരുന്നല്ലേ? കള്ളം. കള്ളമാണ്. കള്ളമാണ് ഗിരിയേട്ടൻ്റെ ഇപ്പം എന്നോട് പറഞ്ഞത്.
സിദ്ധാർത്ഥനെ പറ്റി ഞാൻ പറഞ്ഞപ്പോ തന്നെ ഏട്ടന്റെ മുഖത്തുണ്ടായ ഞെട്ടലിൽ അതിൽ എനിക്കെല്ലാം മനസ്സിലായി. അയാള് ഏട്ടത്തിയമ്മയുടെ കാമുകനായിരുന്നല്ലേ? ഏട്ടൻ പേടിക്കണ്ട, ഞാനിവിടെ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്കറിയണം, കഴിഞ്ഞതെല്ലാം പൂർണ്ണമായി മറന്നിട്ടാണോ ഏട്ടത്തിയമ്മ ഏട്ടനെ വിവാഹം കഴിച്ചതെന്ന്. ഏട്ടത്തിയമ്മയുടെ മനസ്സിൽ ഇപ്പോഴും അയാൾ ഉണ്ടോന്ന്. അതോ എല്ലാവരുടെ മുന്നേ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്ന് കാണിക്കാൻ നിങ്ങൾ അഭിനയിക്കുകയാണോ? ഏട്ടനെ ഞാൻ ചോദ്യം ചെയ്യല്ല. എനിക്ക് തോന്നിയ സംശയങ്ങൾ ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അത് സാരമില്ല മോളെ. പാറുവിന് സിദ്ധാർത്ഥനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ശരിയാ. അതൊക്കെ ഈ വിവാഹത്തിന് മുമ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ തിരക്കാനൊന്നും പോയിട്ടില്ല. പുതിയൊരു ജീവിതം തുടങ്ങിയല്ലേ, പിന്നെന്തിനാ ഞാനിതൊക്കെ. അയാളെ കണ്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് അന്വേഷിച്ചു, അത്രേ ഉള്ളൂ. മോളൊന്നും മനസ്സിലാക്കണ്ട. ഞങ്ങൾ സന്തോഷത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ അങ്ങ് വിശ്വസിച്ചു. നേരെ എത്രയായിട്ടും ഇന്ദ്രനെ കാണുന്നില്ലല്ലോ. അവൻ ഇത് എവിടെ പോയതാ? പിറന്നാളായിട്ട് വൈകുന്നേരം കേക്ക് മുറിക്കേണ്ടതാ. നേരത്തെ വരണമെന്ന് ഞാൻ അവനോട് പ്രത്യേകം പറഞ്ഞതാ. ശരി മുത്തശ്ശി, ഞാൻ നേരത്തെ വരാമെന്നും പറഞ്ഞ് അവൻ ഇറങ്ങിയതാ. എന്നിട്ടിപ്പോ ഫോൺ പോലും വിളിച്ചിട്ട് കിട്ടാണ്ടായാലോ? അവൻ എവിടെങ്കിലും മദ്യപിച്ചിരിപ്പുണ്ടായിരിക്കും. ഈയിടെയായി 4 കാലിലാണല്ലോ വരവ്.